ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 3rd ലെസൺ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, പിന്നീട് പറയാം കേട്ടോ. അപ്പോ നമ്മൾ കാരുണ്യത്തിന്റെ വെള്ളിൽ പറവ, ആ പാഠാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? കാരുണ്യത്തിന്റെ വെള്ളിൽ പറവ ആരെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്? മദർ തെരേസയെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പോ ഒന്ന് അവിടെ വരെ വായിക്കാം. 1997 സെപ്റ്റംബർ 5 ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനം. സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ദയാമയ്യായ ഈ അമ്മ അല്ലേ? നമ്മളത് പഠിച്ചാണ് അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടേത്. എന്റെ സഹോദരിൽ ഏറ്റവും എളിയവനെ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പാവങ്ങളിലും നിരാലംബരിലും രോഗികളിലും അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. All of you take your textbook. ശ്രദ്ധിക്കുന്നില്ലേ പാഠത്തില്? ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ പോലെ നിങ്ങൾക്ക് ഓരോന്ന് ഇടയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ആർക്കാണ് ഡൗട്ട്? ഈ ക്ലാസ് ഒന്ന് ഞാൻ ഇത് കഴിയട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് എല്ലാവരെ കൊണ്ടും വായിപ്പിക്കാം. ചോദിക്കാം എല്ലാരും. ഓക്കെ, ശ്രദ്ധിക്കണം. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ പൂജാതയായി. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, അപ്പോ കുട്ടിക്കാലത്തെ പേര് ആഗ്നസ് എന്നായിരുന്നു. ആ കുടുംബത്തിലെ 3 മക്കളിൽ ഇളയവളായിരുന്നു ആഗ്നസ്. ചുവന്നു തുടുത്ത ആ പെൺകുട്ടിയെ ഹോക്സ് എന്നും വിളിച്ചിരുന്നു. പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കൾ ഈശ്വര വിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും തൽപരരായിരുന്നു. അവരുടെ സ്വാധീനം മകളിലും അനുഭവപ്പെട്ടതിൽ അത്ഭുതപ്പെടാനുണ്ടിരിക്കുന്നു. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ജന്മം പ്രാപിച്ചു. ആ കുടുംബത്തെ കഥനക്കടലിലാക്കിയ വലിയൊരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരാഗ്രഹം പൊട്ടിമുളച്ചു. എന്തായിരുന്നു ആഗ്രഹം? ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം അല്ലേ? പിന്നെന്താ പറഞ്ഞത്? അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 18ാമത്തെ വയസ്സിൽ ആ ആഗ്രഹം സാഫല്യത്തിലെത്തി. ആഗ്നസ് കന്യകാമഠത്തിൽ ചേർന്നു. കൽക്കത്തയിൽ സേവനം അർപ്പിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. 1929 ജനുവരി 6-ാം തീയതി ആഗ്നസ് കൽക്കത്തയിലെത്തി. 2 വർഷത്തെ നവസന്യാസിനി പരിശീലനത്തിന് ശേഷം ഒരു ലൊറേറ്റ കന്യാസ്ത്രീയായി അവർ വ്രത വാഗ്ദാനം ചെയ്തു. ഇതോടെ ആഗ്നസ് സിസ്റ്റർ മേരി തെരേസ എന്ന പേരിൽ അറിയപ്പെട്ടു. കുറെ കാലം അവർ ഒരു അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരുന്നു. നിത്യവ്രത വാഗ്ദാനത്തോടുകൂടി സിസ്റ്റർ തെരേസ മദർ തെരേസയായി മാറി. സദാ ലാളിത്യവും സന്മനോഭാവവും വച്ചു പുലർത്തിയ ഒരമ്മ. ഇതുവരെയായിരുന്നു നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഗ്രേസ് നോട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ.
നോട്ട് കംപ്ലീറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് തരണം. അപ്പോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് മുതൽ നമുക്കിത് പഠിക്കാനുള്ളത്. all of you listen here. മിസ് പറയുന്നത് സ്റ്റെക്ക് ആയിട്ടാ കേൾക്കുന്ന. അതാർക്കാ സ്റ്റെക്ക് ആയി കേൾക്കുന്നത്? റിവൈസ് ആണോ? റിവൈസേ പോയോ? റിവൈസേ കേൾക്കുന്നുണ്ടോ? സ്റ്റെക്ക് ആയിട്ടാ കേൾക്കുന്നത്. ആവുന്നുണ്ടോ? ഒക്കെ എല്ലാവർക്കും ഓക്കെ ആണോ? അതുൽ ഓക്കെ ആണ്. ലക്ഷ്മിപ്രിയ, മുഹമ്മദ് കെ, എഡ്വിൻ, മുഹമ്മദ് റിഹാൻ ഓക്കെ ആണോ? റിഹാൻ, ഏഞ്ചൽ ഓക്കെ ആണോ? ഏഞ്ചൽ യെസ് ഓർ നോ? നിങ്ങൾക്ക് നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല മക്കളെ, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. മുഹമ്മദ് കേക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പൊസിഷനിൽ തന്നെ ഇരുന്ന് അത് ശ്രദ്ധിക്കുക. വെറുതെ മൊബൈലാണെങ്കിലും അതിൽ പിടിച്ച് ഞെക്കരുത്. അപ്പൊ അത് ചെരിഞ്ഞു വീഴും, മനസ്സിലാവുന്നുണ്ടോ? സ്ലോ മോഷനിലാണ് കേൾക്കുന്നത്. അതിവിടെ ഓൻ പറയുന്ന അങ്ങനെയാ കേൾക്കുന്നത്. അതാണ്. നിങ്ങൾക്ക് ഞാൻ വായിക്കുന്ന ക്ലിയർ ആവുന്നുണ്ടോ? മുഹമ്മദിന് സ്ട്രക്കാണോ? ഷാഹിദിന് കേൾക്കുന്നുണ്ടോ? ഷാഹിദ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം ഓക്കെ ആണല്ലോ മിസ്സേ, അല്ല മക്കളെ. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും ആദ്യം മ്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് താഴെ ആക്കും. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോ കൽക്കത്തയിലെ തെരുവീതികളിൽ അങ്ങിങ്ങായി കേട്ടിരുന്ന ആർത്തനാദം മദർ തെരേസയുടെ കാതുകളിൽ വന്നലക്കാൻ തുടങ്ങി. നിരാലംബരായ ആ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു പിന്നീടുള്ള അമ്മയുടെ ജീവിതം. കൽക്കത്തയിലെ ചേരികളിലേക്ക് ഒരു മാലാഖയെ പോലെ അവർ പറന്നിരുന്നു. പട്ടിണിയും രോഗങ്ങളും കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ ശുശ്രൂഷിച്ചു. ആലംബഹീനരായ രോഗികളെ പാർപ്പിക്കുന്നതിന് അവർ കൽക്കത്തയിൽ നിർമ്മൽ ഹൃദയ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. മരണാസന്നയായ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു നിർമ്മൽ ഹൃദയയിലെ ആദ്യത്തെ അന്തേവാസിനി. എന്താ പാരഗ്രാഫ് പറയുന്നത്? കൽക്കത്തിലെ തെരുവീതികളിൽ അങ്ങിങ്ങായി കേട്ടിരുന്ന ആർത്തനാദം മദർ തെരേസയുടെ കാതുകളിൽ വന്ന് അലക്കാൻ തുടങ്ങി. എന്താ? തെരുവീതികളില് ഒരാളെ കരച്ചിൽ കേൾക്കുമ്പോ അത് മദർ തെരേസയ്ക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അമ്മയുടെ ജീവിതം, മദറിന്റെ ജീവിതം എന്തായിരുന്നു? അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു, അല്ലെ? കൽക്കത്തയിലെ ചേരികളിലേക്ക് ഒരു മാലാഖയെ പോലെ, നമ്മൾ കഴിഞ്ഞ കാലത്ത് പറഞ്ഞാണ് മാലാഖ. ഏഞ്ചൽ ഓക്കെ ആണടാ? ലിസൺ ഹിയർ. ഓക്കെ, അപ്പോ മാലാഖയെ പോലെ, ഒരു ദൈവദൂതയെ പോലെ അവർ പറന്നെത്തിന്ന്. പിന്നെന്ത് ചെയ്തു? പട്ടിണിയും രോഗങ്ങളും കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരെ ശുശ്രൂഷിച്ചു. പട്ടിണിയും പിന്നെന്താ? രോഗങ്ങളും അസുഖങ്ങളും കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരെ ശുശ്രൂഷിച്ചു. ആലംബഹീനരായ രോഗികളെ പാർപ്പിക്കുന്നതിന് അവർ കൽക്കത്തയിൽ ഏത് പേരിലാണ് സ്ഥാപനം ആരംഭിച്ചത്? നിർമ്മൽ ഹൃദയ്. കേൾക്കുന്നുണ്ടോ? നിർമ്മൽ ഹൃദയ്. എന്തായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേരെന്താ? നിർമ്മൽ ഹൃദയ്. നിർമ്മൽ ഹൃദയ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. മരണാസന്നയായ ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു നിർമ്മൽ ഹൃദയയിലെ ആദ്യത്തെ അന്തേവാസിനി. അവിടെ ആദ്യം പാർക്കാൻ വന്ന ആരാ? ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു. മരണാസന്ന, അതായത് മരിക്കാറായ ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു നിർമ്മൽ ഹൃദയയിലെ ആദ്യത്തെ അന്തേവാസിനി.
അപ്പോ കൽക്കത്തയിൽ എന്ത് ആണ് സ്ഥാപിച്ചത്? നിർമ്മൽ ഹൃദയി എന്ന പേരില് ഒരു സ്ഥാപനം ആര് സ്ഥാപിച്ചു? മദർ തെരേസ അല്ലെ. കൽക്കത്തയിലാണ് നിർമ്മൽ ഹൃദയി സ്ഥിതി ചെയ്യുന്നത്. എവിടെ സ്ഥിതി ചെയ്യുന്നു? നിർമ്മൽ ഹൃദയി എവിടെ സ്ഥിതി ചെയ്യുന്നു? കൽക്കത്തയിൽ. മാനസിക രോഗികളും കുഷ്ഠരോഗികളും ക്ഷയരോഗികളും മന്ദബുദ്ധികളും വികലാംഗരും മറ്റും മദർ തെരേസയുടെ ഉറ്റ ചങ്ങാതിമാർ ആയിരുന്നു. റുവൈസേ പ്ലീസ് അൺമ്യൂട്ട് റുവൈസ്. സ്റ്റെക്കായിട്ട് കേൾക്കുന്നേ. അതെ അല്ലെ. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണല്ലോ. പിന്നെ സ്ലോ ആയിട്ടും. അപ്പൊ നിർമ്മൽ ഹൃദയി എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു അല്ലെ. ആര്? മദർ തെരേസ അല്ലെ. എവിടെയായിരുന്നു നിർമ്മൽ ഹൃദയി? എവിടെ സ്ഥിതി ചെയ്യുന്നു ഗ്രേസേ? എവിടെയാ നിർമ്മൽ ഹൃദയി സ്ഥിതി ചെയ്യുന്നത്? നെക്സ്റ്റ് എഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ മോനെ. കൽക്കത്തയിലായിരുന്നു നിർമ്മൽ ഹൃദയി എന്ന സ്ഥാപനം ആരംഭിച്ചത് അല്ലേ. ഓക്കെ. മരണാസന്നകളെ പാർപ്പിക്കാനായിരുന്നു. ആരെടുക്കുന്ന സൗണ്ട് വരുന്നേ? മ്യൂട്ട് ചെയ്തു എല്ലാവരും. ഓക്കെ. അപ്പോ കൽക്കത്തയിലെ തെരുവീതികളിൽ അങ്ങിങ്ങായി കേട്ടിരുന്ന ആർത്തനാദം മദർ തെരേസയുടെ കാതുകളിൽ വന്നലക്കാൻ തുടങ്ങി. നിരാലംബരായ ആ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു പിന്നീടുള്ള അമ്മയുടെ ജീവിതം. കൽക്കത്തയിലെ ചേരികളിലേക്ക് ഒരു മാലാഖയെ പോലെ അവർ പറന്നു ചെന്നു. പട്ടിണിയും രോഗങ്ങളും കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ ശുശ്രൂഷിച്ചു. ആലംബഹീനർ എന്ന് പറഞ്ഞാൽ ആശ്രയം ആരുമില്ലാത്തവരെയാണ് ആലംബഹീനർ എന്ന് പറയുക. ആലംബഹീനരായ രോഗികളെ പാർപ്പിക്കുന്നതിന് അവർ കൽക്കത്തയിൽ നിർമ്മൽ ഹൃദയി എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു അല്ലെ. മരണാസന്നയായ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു നിർമ്മൽ ഹൃദയിലെ ആദ്യത്തെ അന്തേവാസി. നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കണേ എല്ലാവരും. ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കണേ. മാനസിക രോഗികളും കുഷ്ഠരോഗികളും ക്ഷയരോഗികളും മന്ദബുദ്ധികളും വികലാംഗരും മറ്റും മദർ തെരേസയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവർ പോറ്റമ്മയായിരുന്നു. കഷ്ടപ്പെടുന്നവർക്കും കണ്ണീരൊഴുക്കുന്നവർക്കുമായി അവർ നിരവധി അനാഥാലയങ്ങളും ആശുപത്രികളും വിദ്യാലയങ്ങളും ശയ്യാഗൃഹങ്ങളും പണികഴിപ്പിച്ചു. എന്തൊക്കെയാ പണികഴിപ്പിച്ചത് മദർ തെരേസ? മരണാസന്നരായവർക്ക് വേണ്ടി എന്തൊക്കെയത്? എഡ്വിൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ആശുപത്രികളും അനാഥാലയങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ശയ്യാഗൃഹങ്ങള് അല്ലെ. കിടന്നുറങ്ങാനുള്ളത് ശയ്യാഗൃഹങ്ങള് ഒക്കെ അവര് മദർ തെരേസ പണി കഴിപ്പിച്ചു അല്ലെ. മാനസിക രോഗികളും കുഷ്ഠരോഗികളും ക്ഷയരോഗികളും മന്ദബുദ്ധികളും വികലാംഗരും മറ്റും മദർ തെരേസയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ആരൊക്കെയായിരുന്നു മദർ തെരേസയുടെ ഉറ്റ ചങ്ങാതിമാർ എന്ന ചോദ്യത്തിന് ഉത്തരാണ് എന്ത്? മാനസിക രോഗികളും കുഷ്ഠരോഗികളും ക്ഷയരോഗികളും വികലാംഗരും മന്ദബുദ്ധികളും ഒക്കെ ആയിരുന്നു മദർ തെരേസയുടെ ചങ്ങാതിമാർ. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവർ പോറ്റമ്മയായിരുന്നു. കഷ്ടപ്പെടുന്നവർക്കും കണ്ണീരൊഴുക്കുന്നവർക്കുമായി അവർ നിരവധി അനാഥാലയങ്ങള്, ആശുപത്രികള്, വിദ്യാലയങ്ങള്, ശയ്യാഗൃഹങ്ങള് ഇവയൊക്കെ പണി കഴിപ്പിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു അല്ലെ. മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്താക്കി? മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. പല സന്ദർഭങ്ങളിലും മദറിന്റെ സേവനങ്ങൾ ലോക ജനതയ്ക്ക് സാന്ത്വനമായി മാറി. മദറിന്റെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് അംഗീകാരമായി നിരവധി ബഹുമതികൾ അവരെ തേടിയെത്തി. 1979 മദറിന് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. എപ്പോഴാണ് നോബൽ സമ്മാനം
ലഭിച്ചത് മദറിന്? ടെക്സ്റ്റ് വായിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. 1979 എന്ത് കിട്ടി? നോബൽ സമ്മാനം ലഭിച്ചു അല്ലെ മദറിന്. പിന്നെ 1980 രാജ്യത്തെ പരമോന്നത ബഹുമതിയായ എന്ത് ഭാരതരത്ന അല്ലെ ഭാരതരത്ന നൽകി ഇന്ത്യൻ ഭരണകൂടം മദറിനെ ആദരിച്ചു. നെക്സ്റ്റ് എന്താ കിട്ടിയത്? ഇതിനു പുറമെ പത്മശ്രീ അവാർഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പത്മശ്രീ അവാർഡ്? പത്മശ്രീ മമ്മൂട്ടിക്ക് കിട്ടിയ അല്ലെ പത്മശ്രീ അവാർഡ്, മാർക്സസെ അവാർഡ്, അന്താരാഷ്ട്ര പോപ്പ് ജോൺ പ്രൈസ്, നെഹ്റു അവാർഡ്, രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ്, ഗുഡ് സമരിറ്റൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും മദറിനെ തേടിയെത്തി അല്ലെ. ഏതൊക്കെ ബഹുമതികളാണ് മദർ തെരേസയെ തേടിയെത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരാണ് ഏത്? 1979 മദറിന് നോബൽ സമ്മാനം ലഭിച്ചു. 80 എന്ത് കിട്ടി? രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി അല്ലെ. പിന്നെയോ ഇതിനു പുറമെ പത്മശ്രീ, മാർക്സസെ അവാർഡ്, അന്താരാഷ്ട്ര പോപ്പ് ജോൺ പ്രൈസ്, നെഹ്റു അവാർഡ്, രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ്, ഗുഡ് സമരിറ്റൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും മദറിനെ തേടിയെത്തി. എല്ലാ മതങ്ങളോടും മദറിന് ബഹുമാനമായിരുന്നു. ചുരുക്കത്തിൽ പാവപ്പെട്ടവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും രക്ഷക്കായി ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരു വെള്ളിൽ പറവയായിരുന്നു ആര്? മദർ തെരേസ അല്ലെ. ചുരുക്കത്തിൽ എന്തായിരുന്നു മദർ തെരേസ? പാവപ്പെട്ടവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും രക്ഷക്കായി ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരു വെള്ളിൽ പറവയായിരുന്നു ആര്? മദർ തെരേസ അല്ലെ. മദർ തെരേസയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ വല്ലതും? സായി കൃഷ്ണ, വൈ ആർ യു ലേറ്റ്? എന്ത് പറ്റി മോൻ ലേറ്റ് ആയേ? ഞാന് ഒരു സ്ഥലത്തേക്ക് പോയി. ഓ, ഞാനൊരു എന്റെ വീടിന്റെ കുറച്ചങ്ങോട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ കുറച്ച് വൈകിപ്പോയി. ആ ശ്രദ്ധിക്കണം കേട്ടോ, ടെക്സ്റ്റ് വായിക്കണേ നല്ലപോലെ എല്ലാരും. അപ്പോ ഷഹബാസിന് എന്നാ കണ്ണിന് പറ്റിയ? ഷഹബാസേ പോയാ? ഷഹബാസിന്റെ കണ്ണിന് എന്താ പറ്റിയേ? എന്തെങ്കിലും ഉണ്ടോ റൈറ്റ് സൈഡില്? അതെ അല്ലേ. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് എവിടെ വരിക? മുഹമ്മദ് കെ ആൻഡ് റുവൈസ് ഒക്കെ പോയോ? മുഹമ്മദ് കെ എവിടെ ഉണ്ട് അല്ലേ? ഓഹോ ഇല്ലേ, പോയോ? ഞാനവിടെ പോവില്ല. നീ തന്നെ ഉണ്ട് അല്ലെ. റുവൈസ് പോയി തോന്നുന്നു, കട്ടായി തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എവിടുന്ന് പോലെ? കണ്ണൊക്കെ ക്ലിയർ ഇല്ലേ മോളെ? കൽക്കത്തയിലെ കണ്ണൊക്കെ ക്ലിയർ ഉണ്ടോ? കൽക്കത്തയിലെ തെരുവീതികൾ താങ്ങിയായി കെട്ടിരുന്ന ആൾക്കാണ് മദർ തെരേസയുടെ കാതുകളിൽ വന്നു തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഏതൊക്കെയാ? എത്ര പറയാ? ഈ മൂന്നാമത്തെ പാഠം എല്ലാവരും ഇന്ന് നല്ല പോലെ വായിക്കണം. നമുക്ക് ഇത് ഇപ്പൊ എക്സാം അടുത്ത ആഴ്ച ആയല്ലോ, എല്ലാവരും റെഡിയായോ? ഓക്കെ, ജയ്സേ എന്തേ കയ്യൊന്നും കാണിക്കാത്തേ? റെഡി. എല്ലാരും റെഡിയായോ? ഏഞ്ചൽ ഓർക്കുമ്പോഴേ റെഡി. എഡ്വിൻ 2 പേരുടെ കാണിക്കുന്നുണ്ടോ റെഡിയാണെന്ന്? അന്ന റെഡി ആയിരിക്കാം അല്ലെ അന്ന? ഷിസ നോട്ട് കംപ്ലീറ്റ് ആയോ? ഷിസിയും ഷഹബാസും നോട്ട് കംപ്ലീറ്റ് ആക്കിയോ മക്കളെ? ഓക്കെ, ഫുൾ നോട്ട് ഉണ്ടായിരിക്കണേ. ഇപ്പൊ ലാസ്റ്റ് പാഠത്തിന്റെ നോട്ട് ഞാൻ ഇപ്പൊ സെൻഡ് ചെയ്യും. ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ മൂന്നാമത്തെ പാഠത്തിന്റെ നോട്ട് സെൻഡ് ചെയ്യും. നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ പഠന പ്രവർത്തനം ഇത് വായിക്കാം. നെക്സ്റ്റ് ഇപ്പൊ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കണം. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. അപ്പൊ ആൻസർ വേഗം കിട്ടും. ഓക്കെ, പിന്നെ അപ്പൊ ഒന്നുകൂടി ഇത് വായിക്കാം, എന്നിട്ട് നമുക്ക് പഠന പ്രവർത്തനങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ
1997 സെപ്റ്റംബർ 5 ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് യാത്ര പറഞ്ഞ ദിവസമായിരുന്നു എപ്പോ? 1997 സെപ്റ്റംബർ 5. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തോ, ആവശ്യം വരും. സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ദയാമയിയായ ഈ അമ്മ. വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടേത്. എന്റെ സഹോദരൻ ഏറ്റവും എളിവനെ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പാവങ്ങളിലും നിരാലംബരിലും രോഗികളിലും അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. ആസന്നമനരായ സഹോദരങ്ങൾക്ക് മുന്നിൽ ഒരു മാലാഖയെ പോലെ അവർ പറഞ്ഞു. ഒരു ഏഞ്ചലായിട്ട് അവരെന്ത് ചെയ്തു? ആസന്ന മരണരായ രോഗികൾക്ക് മുമ്പിൽ പറഞ്ഞെത്തി അല്ലെ. ഓക്കെ, ഒരു ഏഞ്ചലിന്റെ രൂപത്തിൽ അവര് പാവങ്ങളിലും നിരാലംബങ്ങളിലും ഒക്കെ എത്തി അവരെ ശുശ്രൂഷിച്ചു അല്ലെ. ഓക്കെ, യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ പൂജാരിയായി. മദർ തെരേസ എന്ന് എവിടെ ജനിച്ചു? യൂഗോസ്ലാവിയയിലെ സ്കോപ്ജയിൽ. അണ്ടർലൈൻ ചെയ്തോ, യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമായ സ്കോപ്ജയിൽ 1910 അല്ലെ, 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ ജനിച്ചു. കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? മദറിന്റെ കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. കുട്ടിക്കാലത്തെ മദറിന്റെ പേരെന്തായിരുന്നു? പറഞ്ഞോ. അത് കഴിഞ്ഞമാണ് നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ആൻസർ പറയാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആഗ്നസ് എന്നായിരുന്നു. ആ കുടുംബത്തിലെ 3 മക്കളിൽ ഇളയവളായിരുന്നു ആഗ്നസ്. ആഗ്നസ് ചുവന്നു തൊടുത്ത ഒരു പെൺകുട്ടിയായിരുന്നു അല്ലെ. ആ പെൺകുട്ടിയെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ഫോക്സ് എന്ന പദത്തിന്റെ അർത്ഥം പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കൾ ഈശ്വര വിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും തൽപരരായിരുന്നു. അവരുടെ സ്വാധീനം മകളിലും അനുഭവപ്പെട്ടതിൽ അത്ഭുതപ്പെടാനിരിക്കുന്നു. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കഥനക്കടലിലാക്കിയ വലിയൊരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചു. എന്തായിരുന്നു ആഗ്രഹം? എന്തായിരുന്നു ആഗ്നസിന്റെ ആഗ്രഹം? ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു. ഓക്കെ, അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 18ാമത്തെ വയസ്സിൽ ആ ആഗ്രഹം സാഫല്യത്തിലെത്തി. ആഗ്നസ് കന്യകാമഠത്തിൽ ചേർന്നു. കൽക്കത്തയിൽ സേവനം അർപ്പിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. 1929 ജനുവരി 6 ആഗ്നസ് കൽക്കത്തയിലെത്തി. 2 വർഷത്തെ നവസന്യാസിനി പരിശീലനത്തിന് ശേഷം ഒരു ലൊറേറ്റ കന്യാസ്ത്രീയായി അവർ വ്രത വാഗ്ദാനം ചെയ്തു. ഇതോടെ ആഗ്നസ് എന്ത് പേരിൽ അറിയപ്പെട്ടു? സിസ്റ്റർ അറിയപ്പെട്ടു. കുറെ കാലം അവർ ഒരു അധ്യാപികയായി നിത്യവ്രത വാഗ്ദാനത്തോടുകൂടി സിസ്റ്റർ തെരേസ മദർ തെരേസയായി മാറി. സദാ ലാളിത്യവും സന്മനോഭാവവും വച്ചു പുലർത്തിയ ഒരമ്മ. കൽക്കത്തയിലെ തെരുവീതികളിൽ അങ്ങിങ്ങായി കെട്ടിരുന്ന ആർത്തനാദം മദർ തെരേസയുടെ കാതുകളിൽ വന്ന് ലക്കാൻ തുടങ്ങി. നിരാലംബരായ ആ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു പിന്നീടുള്ള അമ്മയുടെ ജീവിതം. കൽക്കത്തയിലെ ചേരികളിലേക്ക് ഒരു മാലാഖയെ പോലെ അവർ പറന്നു ചെന്നു. പട്ടിണിയും രോഗങ്ങളും കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ ശുശ്രൂഷിച്ചു. ആലംബഹീനരായ രോഗികളെ പാർപ്പിക്കുന്നതിന് അവർ എന്താണ് കൽക്കത്തയിൽ ആരംഭിച്ചത്? ടെക്സ്റ്റ് ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ആരും. ഓക്കെ, നിർമ്മൽ ഹൃദയി എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. മരണാസന്നയായ ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു നിർമ്മൽ ഹൃദയിലെ ആദ്യത്തെ അന്തേവാസിനി.
മാനസിക രോഗികളും കുഷ്ഠരോഗികളും ക്ഷയരോഗികളും മന്ദബുദ്ധികളും വികലാംഗരും മറ്റും മദർ തെരേസയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ആരൊക്കെയായിരുന്നു മദറിന്റെ ഉറ്റ ചങ്ങാതിമാർ? ആരൊക്കെയായിരുന്നു? മാനസിക രോഗികളും വികലാംഗരുമായിരുന്നു മന്ദബുദ്ധികൾ അല്ലെ ആയിരുന്നു മദറിന്റെ ഉറ്റ ചങ്ങാതിമാർ. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവർ പോറ്റമ്മയായിരുന്നു. കഷ്ടപ്പെടുന്നവർക്കും കണ്ണീരൊഴുക്കുന്നവർക്കുമായി അവർ നിരവധി അനാഥാലയങ്ങളും ആശുപത്രികളും വിദ്യാലയങ്ങളും ശയ്യാഗൃഹങ്ങളും പണികഴിപ്പിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റീസിലെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. പല സന്ദർഭങ്ങളിലും മദറിന്റെ സേവനങ്ങൾ ലോക ജനതയ്ക്ക് സാന്ത്വനമായി മാറി. ഓക്കെ, മനസ്സിലായില്ലേ എല്ലാവർക്കും? പിന്നെന്താണ്? മദറിന്റെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് അംഗീകാരമായി നിരവധി ബഹുമതികൾ അവരെ തേടിയെത്തി. ഏതൊക്കെയായിരുന്നു മദറിന് ലഭിച്ച ബഹുമതികൾ? ഏതൊക്കെയായിരുന്നു? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. എത്രയില്? 1979 അല്ലേ? 1979 നോബൽ സമ്മാനം ലഭിച്ചു. നെക്സ്റ്റോ 80 രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചു. പിന്നെന്തൊക്കെ കിട്ടി? ഇന്ത്യൻ പത്മശ്രീ. ഭാരതരത്ന നൽകി ഇന്ത്യൻ ഭരണകൂടം അദ്ദേഹത്തെ ആദരിച്ചു. ചെയ്തോ എല്ലാവരും ഇതിനു പുറമെ നെഹ്റു അവാർഡ്, രാജീവ് ഗാന്ധി അമേരിക്കൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും മ്യൂട്ട് ചെയ്ത് എല്ലാവരും. എല്ലാ മതങ്ങളോടും മദറിന് ബഹുമാനമായിരുന്നു. ചുരുക്കത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും രക്ഷക്കായി ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരു വെള്ളിൽ പറവയായിരുന്നു ആര്? മദർ തെരേസ. ഓക്കെ, നിങ്ങൾക്ക് മദർ തെരേസനെ പറ്റി മനസ്സിലായില്ലേ? നെക്സ്റ്റ് പദങ്ങളുടെ അർത്ഥം പഠിക്കാം എന്നുള്ളത് ശ്രദ്ധിക്കണേ. എമ്പാടും ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പൊ എമ്പാടും എല്ലായിടത്തും. ഇത് നോട്ടിന്ന് നിങ്ങൾ ആദ്യം എഴുതിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതുന്നത് കൂടി എഴുതിയെടുക്കണം. ഞാൻ ഇപ്പൊ സെൻഡ് ചെയ്യും. നിരാലംബർ, ആശയമില്ലാത്തവർ, അവാച്യം, പറയാൻ പറ്റാത്ത, പീഡിതർ, ഓക്കെ, ഭൂജാതയായി ജനിച്ചു. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. സൗണ്ട് ആവണ്ട, മ്യൂട്ട് ചെയ്തോ കേട്ടാ. ഓക്കെ, അപ്പൊ ഭൂജാതയായി ജനിച്ചു. അകാല ചരമം, കാലം തികയുന്നതിന് മുമ്പുള്ള മരണം, കഥനം, ദുഃഖം, ലാളിത്യം, ലളിതമായ അവസ്ഥ, സാഫല്യം, സഫലത, ആർത്തനാദം, ദുഃഖപൂർണമായ ശബ്ദം, ആസന്നം, അടുത്ത് സംഭവിക്കാനിരിക്കുന്ന, വെള്ളിൽ പറവ, വെളുത്ത നിറമുള്ള ഒരു പക്ഷി. പര്യായപദം അല്ലെ? അടുത്തത് നോട്ടിലേക്ക് എഴുതണിത്. പാഠം 3 കാരണത്തിന്റെ വെള്ളിൽ പറവാന്ന് എഴുതി, അർത്ഥം എഴുതുക എഴുതി, ഫസ്റ്റ് വൺ എഴുതുക. അത് കഴിഞ്ഞ് പര്യായം മനസ്സിലാക്കാം എഴുതി നെക്സ്റ്റ് എഴുതണം കേട്ടോ. പിന്നെയോ വിപരീതം, പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് മുതൽ മിസ് എഴുതി തന്നിട്ടുണ്ട്, സെൻഡ് ചെയ്തരാ. പിന്നെ സ്നേഹം, രാഗം, സൗഹൃദം, മൈത്രി, കഥനം, സങ്കടം, ആർത്തി, അഴൽ. ഓപ്പോസിറ്റ് വേർഡ് അവാച്യം, വാച്യം. സ്നേഹം, എന്താണ് സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ്? ദ്വേഷം. ശ്രദ്ധിക്കണം, സ്നേഹം ദ്വേഷം. സ്നേഹം ദ്വേഷാണ്, ദേഷ്യല്ല, അത് ദ്വേഷം എന്നാണ് കേട്ടോ. ദേഷ്യം നിന്നും ദ്വേഷം നിന്നും മാറ്റമുണ്ട്. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാൻ മാതൃക പ്രചരിപ്പിക്കുക, മാനവ മൈത്രിയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. സേവനമനുഷ്ഠിക്കുക, എന്താ എഴുതേണ്ട? സേവനമനുഷ്ഠിക്കുക. മദർ തെരേസ വളരെ കാലം ഒരു അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തൊട്ടുരുമുക, രണ്ട് പക്ഷികൾ തമ്മിൽ തൊട്ടുരുമുക പതിവാണ് അല്ലെ? എന്തെങ്കിലും എഴുതാം.
നെക്സ്റ്റ് ചേർത്ത് എഴുതുക. സേവനം പ്ലസ് അനുഷ്ഠിക്കുക, സേവനം അനുഷ്ഠിക്കുക. കഥന പ്ലസ് കടൽ, കഥനക്കടൽ. തൊട്ട് പ്ലസ് ഉരുമി, തൊട്ടുരുമി. ദുരിതം പ്ലസ് അനുഭവിക്കുക, ദുരിതം അനുഭവിക്കുക. നോട്ട് ഇപ്പൊ സെൻഡ് ചെയ്യും, എല്ലാവരും എഴുതിയെടുക്കണം. പിന്നെ ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃക ആരാ? മദർ തെരേസ അല്ലേ? നെക്സ്റ്റ് സേവനത്തിന്റെ പാതയിലൂടെ നീങ്ങാൻ മദർ തെരേസയെ പ്രേരിപ്പിച്ച ക്രിസ്തുവിന്റെ തിരുവചനം എന്തായിരുന്നു? എന്റെ സഹോദരനിൽ ഏറ്റവും എളിയവനെ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. 3, മദർ തെരേസ എവിടെ ജനിച്ചു? എവിടെ ജനിച്ചു? യുഗോസ്ലാവിയയിലെ സ്കോപ്ജയിൽ 1910 ഓഗസ്റ്റ് 27 അല്ലേ? നെക്സ്റ്റ് മദർ തെരേസയുടെ കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? മദർ തെരേസയുടെ ഹോക്സ് എന്ന പദത്തിന്റെ അർത്ഥം ഏതെല്ലാം കാര്യങ്ങളിലാണ് ആഗ്നസിന് മാതാപിതാക്കളുടെ സ്വാധീനം ലഭിച്ചത്? ദൈവസ്നേഹത്തിലും പരസ്നേഹ പ്രവർത്തനങ്ങളിലുമാണ് ആഗ്നസിന് മാതാപിതാക്കളുടെ സ്വാധീനം ലഭിച്ചത്. 12ാമത്തെ വയസ്സിൽ ആഗ്നസിനുണ്ടായ ആഗ്രഹം എന്തായിരുന്നു? ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്തായിരുന്നു ഉണ്ടായ ആഗ്രഹം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നിർമ്മൽ ഹൃദയി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാ? കൽക്കത്തയിൽ. നിർമ്മൽ ഹൃദയി എവിടെ സ്ഥിതി ചെയ്യുന്നു? കൽക്കത്തയിൽ. ആരെല്ലാമായിരുന്നു മദറിന്റെ ഉറ്റ ചങ്ങാതിമാർ? കുഷ്ഠരോഗികളും ക്ഷയരോഗികളും മന്ദബുദ്ധികളും വികലാംഗരുമായിരുന്നു മദറിന്റെ ഉറ്റ ചങ്ങാതിമാർ. നെക്സ്റ്റ് എന്താ? ഏതെല്ലാം ബഹുമതികളാണ് മദറിനെ തേടിയെത്തിയത്? ഏതൊക്കെയായിരുന്നു? 1979 എന്ത് ലോക സമാധാനത്തിനുള്ള കിട്ടി? നോബൽ സമ്മാനം ലഭിച്ചു. 1980 എന്ത് കിട്ടി? രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന. പിന്നെയോ ഇതിനു പുറമെ പത്മശ്രീ, മാർക്സിസ്റ്റ് അവാർഡ്, അന്താരാഷ്ട്ര പോപ്പ് ജോൺ പ്രൈസ്, നെഹ്റു അവാർഡ്, രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ്, ഗുഡ് സമരിറ്റൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും മദറിനെ തേടിയെത്തി അല്ലേ? അതാണ് അതിന്റെ ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ലെസണും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നോട്ട് സെൻഡ് ചെയ്ത് തരും. എല്ലാവരും ഇതുവരെയുള്ള നോട്ട് മുഴുവൻ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് നല്ല പോലെ വായിക്കുകയും വേണം കേട്ടോ ഗ്രേസേ. നല്ല പോലെ വായിക്കുകയും വേണം, നോട്ട് എഴുതിയെടുക്കുകയും വേണം, നല്ല പോലെ എക്സാം പ്രിപ്പയർ ചെയ്യുകയും വേണം. ഓക്കെ, എല്ലാം വായിക്കണം, ടെക്സ്റ്റ് വായിക്കണം, എന്നാലേ കിട്ടും ആൻസർ. ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചതുകൊണ്ട് ആൻസർ എഴുതാൻ പറ്റില്ല കേട്ടോ. ഓ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററും ചോദിക്കുന്നോ? ഫസ്റ്റും സെക്കൻഡും തേർഡ് ചാപ്റ്ററും നമ്മുടെ എക്സാമിന് ഉണ്ടാവും. അല്ല മിസ് ഇപ്പൊ ചോദിക്കുന്നു. ചോദ്യം ചോദിക്കണോ? നമുക്ക് നാളെ ക്ലാസ് ഇല്ലേ? മിസ് വെള്ളിയാഴ്ച പെരുന്നാളാണെന്നോ? എങ്ങനെ ഇനി അടുത്ത ക്ലാസ് പെരുന്നാളായിരുന്നു അല്ലേ? അടുത്ത ക്ലാസ് ഞാൻ വെള്ളിയാഴ്ചയാണോ? നമുക്ക് ഫ്രൈഡേ. നാളെയാണോ പെരുന്നാള്? ഫ്രൈഡേ അല്ലേ? നാളെയാ മിസ്? ഫ്രൈഡേ ആണ്. ഫ്രൈഡേത്തെ അപ്പൊ നമുക്ക് അന്നാണ് ക്ലാസ് വരെ. 5ാം ക്ലാസ്സിന്റെ ക്ലാസ് കട്ടാക്കിട്ട് പോയിനെ. എന്ത് മോനെ? ഷാഹിദ് ക്ലാസ് കട്ടാക്കി പോയിട്ടേ. എവിടെ പോയി? ഞാന് എന്റെ ചാർജ് തീർന്നേ. അത് ചാർജ് തീർന്നിട്ട് എന്റെ ചാർജ് എല്ലാം കഴിഞ്ഞിട്ട് കറണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഷാഹിദ് ഉണ്ട് എന്നെ ഫോൺ വിളിക്കുന്നത്. ഞാൻ പോയാണ്ട് ഓനും ഇറങ്ങി ക്ലാസ്സിന്ന്. അന്നപാട് ഓനും ഇറങ്ങി അല്ലേ? ഓവന് ക്ലിയർ ഉണ്ടായി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കാണുമ്പോ തന്നെ.
ഓൻ പറയുന്നത് ഞാൻ കറക്റ്റ് 45 ഞാൻ ക്ലിയർ ആവുന്നില്ലടാ മിസ്. ഓനെ എന്നോട് അന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് പ്രശ്നം വന്നാലും കറക്റ്റ് 3:45 ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പറയണ്ട. ഇല്ല ഇല്ല, നിങ്ങൾ രണ്ടുപേരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ പരീക്ഷയില് മറ്റേ പരീക്ഷക്ക് 3 പാഠമുണ്ട്. 3 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുകയും വേണം, എന്നാലേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും പറ്റൂ. അപ്പൊ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നെയാണ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. അർത്ഥമുണ്ട്, ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട്, പിന്നെ എല്ലാം വൺ വേർഡ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് 3 ഓപ്ഷനും ഉണ്ടാവും. അതിന് എടുത്ത് എഴുതണം. ടെക്സ്റ്റ് വായിക്കാൻ എനിക്ക് മനസ്സിലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. ടെക്സ്റ്റ് നല്ലോണം പാട്ടില്ലേ ഒന്നാമത്തെ പാഠത്തിന്റെ പാട്ട് പാട്ടില്ല പഠിച്ചോ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പാട്ടെല്ലാം ഉണ്ടാവട്ടെയായിരുന്നു എഴുതാം. ഇനി അടുത്ത എന്താ ഡൗട്ട് വേഗം ചോദിക്കേ, ഇപ്പൊ സമയം കഴിയും. ഒരു ഡൗട്ടും ഇല്ല മിസ്സേ. എന്നാ മനസ്സിലാവുന്നില്ലടാ. പരീക്ഷ എന്താണെന്ന് അറിയാവോന്ന്? ഏതിന്റെ പരീക്ഷ? മലയാളത്തിന്റെയാ? നിങ്ങക്ക് ടൈം ടേബിൾ തരും കേട്ടോ. ടൈം ടേബിൾ തരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ബൈ. ഹായ് ദേവപ്രിയ, ഹായ്. ഓക്കെ, ഹായ്. എല്ലാരും പഠിക്കണേ. നല്ല മക്കളായി പഠിക്കണം. ഹായ്. പഠിക്കണേ. നൈജർ ഹായ്. Hi.